നമുക്ക് ഈ നിമിഷം മാത്രമേ ഉള്ളൂ. ഈ നിമിഷമാണ്, അല്ലെങ്കിൽ ഈ നിമിഷത്തിൽ നമുക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും അസ്വസ്ഥത, എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്ന ചില താല്പര്യങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ വരുന്നത് നമ്മൾക്ക് ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ പ്രോപ്പറായിട്ട് ഇരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കണത്? കാരണം നമ്മൾ പാസ്റ്റിൽ, അല്ലെങ്കിൽ കഴിഞ്ഞു പോയ സമയത്ത് നമ്മൾക്ക് നമ്മളിലുള്ള തുടർച്ചയെ തിരിച്ചറിയാതെ നമ്മൾ ചുറ്റുപാട്, അല്ലെങ്കിൽ പുറമേ കാണുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ഉപയോഗിച്ചത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇരിക്കുന്നിടത്ത് സിമ്പിളായിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പാസ്റ്റ് നമ്മളെ കൺട്രോൾ ചെയ്യണമെന്ന് പറയാനുള്ള കാരണം, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിനെ പറ്റി ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയാനുള്ള കാരണം, ഇതെല്ലാം ഇപ്പം ഇരിക്കുന്നിടത്ത് നമുക്ക് കംഫർട്ടബിളായിട്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. നമുക്കിപ്പോൾ ഒരാൾ അയാളുമായിട്ടുള്ള സമ്പർക്കത്തിൽ നമുക്ക് ചില പ്രോബ്ലംസ് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്ത്, പിന്നീടും ഈ നിമിഷത്തിൽ അയാൾ നമ്മളെ മുന്നിലേക്ക് വരുമ്പം ആ പാസ്റ്റാണ് നമ്മളിൽ വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് അയാൾ പ്രശ്നമൊന്നും ഉണ്ടാക്കണില്ലല്ലോ, പക്ഷെ നമുക്ക് അയാളുമായിട്ട് ആ ഒരു സിങ്ക്രണൈസേഷൻ പോസിബിൾ ആവണില്ല. എന്തുകൊണ്ടാണ്? നമുക്ക് നമ്മളിലുള്ള തുടർച്ചയെപ്പറ്റി യാതൊരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. അത് നമ്മുടെ ആരുടെയും കുറ്റമല്ല. കാരണം ഇവിടെ മറ്റുള്ളവരെ കണ്ടിട്ട് മറ്റുള്ളവർ ചെയ്യുന്നത് എന്താണെന്ന് നോക്കിയിട്ട് ജീവിക്കണ കുറച്ച് മനുഷ്യരെന്ന് പറയപ്പെടുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. മനുഷ്യരാണെങ്കിൽ അവർ നിരന്തരം ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലുള്ള ബന്ധത്തിൽ ലൈഫിൻ്റെ കൂടെ പോവുള്ളൂ, ലൈഫുമായിട്ട് അവിടെ ചേർച്ചയുള്ളൂ. അല്ലാതെ മുമ്പേ ചോർന്നു പോയ കാര്യങ്ങളുടെ പുറകെ പോയിട്ട് ഇപ്പോഴുള്ള ഏറ്റവും മനോഹരമായ അവസ്ഥ നശിപ്പിക്കുകയല്ല ചെയ്യുക. മറിച്ച് ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയെ ഉപയോഗിച്ചിട്ട് എവിടെയെല്ലാം ഇത് മനോഹരമല്ലാതിരിക്കണോ അതിനെ മനോഹരതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, മനസ്സിലായോ? കാരണം നമ്മളിരുന്ന് വിഷമിക്കണോ, സങ്കടപ്പെടണോ, ദേഷ്യം പിടിക്കണോ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്നിടത്ത് നമ്മൾ പരിശോധിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. വളരെ സിമ്പിളാണ്. ഒരു പുസ്തകവും ഒന്നും വായിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അവനവനായിട്ടിരിക്കാൻ സാധിച്ചാൽ മാത്രം മതി.